ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മഹാശിവരാത്രിയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും മഹാശിവരാത്രി ദിനാശംസകൾ പറയുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെ ചെയ്യാം. ഈ ഒരു ശിവരാത്രി ദിനത്തിന് ശേഷം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സൗഭാഗ്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ എന്തെല്ലാം അഡ്വൈസാണ്, ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും കൂടി നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ അതിനായിട്ട് 2 പൈൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പൈൽ എന്ന് പറയുന്നത് ആ ഒരു യെല്ലോ ബോട്ടിലാണ്. സെക്കൻഡ് പൈൽ എന്ന് പറയുന്നത് റെഡ് ബോട്ടിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൈൽസിലേക്ക് നോക്കുമ്പോൾ ഏതൊരു ബോട്ടിൽ അല്ലെങ്കിൽ ഏതൊരു പയലാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ പെട്ടെന്ന് നമ്മളൊരു പയൽസ് വെച്ചിട്ട് 2 or 3 കാര്യങ്ങൾ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മളുടെ കണ്ണിലേക്കൊന്ന് ഉടക്കും അല്ലെങ്കിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. അത് പലർക്കും പല രീതിയിലായിരിക്കാം. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ആ കോൾ വരുന്നത് ആ രീതിയിൽ ഒരു പയൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു പയൽ ചൂസ് ചെയ്ത ശേഷം അതിൽ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പയൽ കൂടി നിങ്ങൾക്കിവിടെ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫലങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് മെസ്സേജായിട്ട് കരുതുക. നല്ല രീതിയിലേക്ക് അതിൻ്റെ ഒരു ഔട്ട്കം നിങ്ങൾ സ്വീകരിക്കുക. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ന് വളരെ പുണ്യമായിട്ടുള്ളൊരു ദിവസമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് വിശ്വസിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉപവാസമൊക്കെ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? കാരണം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഏറെക്കുറെ വളരെ ശക്തമാകുന്നു. നമ്മൾ എന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കുമില്ലെന്നല്ല, പക്ഷേ ചില ദിവസങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിൽ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഒന്നും കൂടിയുള്ള അതിൻ്റെ ഒരു പവർ കൂടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വാസമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യുക. കാരണം അതൊക്കെ അറിയാത്തവർക്കും കൂടി കുറച്ചും കൂടി ഉപകാരപ്പെടും, അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആളുകൾക്ക് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ കൊല്ലവും എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ നാളെ ബലിയിടുന്നൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ ആ മരിച്ചു പോയവരുടെ ആ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ശാന്തിക്കായിട്ടും കൂടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ലൈഫിൽ, അതായത് നമ്മളുടെ ആ മരിച്ചുപോയ പൂർവികരുടെ അനുഗ്രഹം പല കാര്യങ്ങളിലും നമുക്ക് ആവശ്യമാണ്. അവരുടെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടും കൂടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് മനസ്സ് നന്നായി ഏകാഗ്രമാക്കി ഈ ഒരു പിക്ചറിലേക്ക് നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള ആ യെല്ലോ ബോട്ടിൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ്, തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു അഡ്വൈസ് നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഏത് ബ്ലെസ്സിങ്സാണ് വരാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമാറ്റം വരുമ്പോൾ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് വരണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തിരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതായത് ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ കാണുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂരിഭാഗം ആളുകളുടെ നേച്ചർ അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കാർഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് എടുക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് നിർത്താനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ട്രോമ തന്നിട്ടുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട്. അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഏതൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും പിന്നീട് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടോ
അല്ലെന്നുണ്ടെങ്കിൽ സാഹചര്യം കൊണ്ടോ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പലവട്ടം ആലോചിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം എടുക്കുക. അതായത് എന്ത് ഡിസിഷനിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ, നാളെ അതിലൊരു റിഗ്രറ്റ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ച ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ഇനി അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചാലും അതിനൊരു മാറ്റം വരുത്താതിരിക്കുക. അതായത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്ത് വിചാരിച്ച കാര്യങ്ങൾ മാറ്റി മാറ്റി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്വസ്ഥത കളയുന്ന, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് കളയാനായിട്ട് നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചിലവർക്കൊരു കാര്യമുണ്ട്, അവരേതെങ്കിലും വേദനിപ്പിക്കുന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് വീണ്ടും മനഃപൂർവ്വമായിട്ട് അവരുടെ ചിന്തകളിൽ വന്നുകൊണ്ടിരിക്കും. അതുമാത്രമല്ല എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ഓർത്ത് അപ്സെറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേദന മേടിക്കുക എന്നുള്ള രീതിയിൽ ഇത് തന്നെ ചിന്തിച്ചിരിക്കും. അതിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച് ആവാൻ സത്യത്തിൽ ഇവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിലൊരു ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ പോലും അത് ചെയ്യാതെ ഇതിൽ തന്നെ വീണ്ടും വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ ഉറച്ചൊരു തീരുമാനത്തോടു കൂടി ആര് വന്ന് അത് മാറ്റാൻ ശ്രമിച്ചാലും മാറാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി ഈ ഒരു പൈൽ ചൂസ് ചെയ്തവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ചില കാര്യങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിഷമം അനുഭവിച്ച് നിൽക്കുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി പോകുന്ന വ്യക്തികളായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ ഏതൊരു രീതിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, ഫ്രഷ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അത് വെറും നമ്മളത് പുതിയ കാര്യങ്ങൾ മാത്രമാണ് എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. അത് ഭാവിയിലേക്കും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ, അതായത് നല്ലൊരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം ഗോൾ എന്ന് പറയുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഓവറോൾ എനർജി പ്രകാരം അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു മൊത്തം കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പറയാൻ സാധിക്കുക, കൂടുതലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് നിങ്ങളിലേക്ക് ഈ ഒരു പുതിയ കാര്യങ്ങൾ കടന്നു വരുന്നത്. ഒന്നില്ലാതെ ഇപ്പോൾ നിങ്ങളൊരു സിംഗിളായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അതായത് ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. അല്ല നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വിവാഹാലോചന നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല, എല്ലാം ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പൊരുത്തത്തോടു കൂടി, അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു റിലേഷനാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു ബന്ധമാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നു. ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങൾ കൂടുതൽ ശ്രമം, അതായത് കൂടുതലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം ഒന്നും കൂടി ദൃഢമാവുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം ഒന്നും കൂടി വർദ്ധിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കാനും ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ സെപ്പറേഷനിലായിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന പ്രണയിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആവണമെന്നില്ല, നിങ്ങൾ പ്രണയിക്കുന്ന 2 വ്യക്തികളാണ്, പക്ഷേ പല കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരിക്കലും ഇതൊന്ന് വീണ്ടും ഒന്ന് സെറ്റ് ആവുമെന്ന് കരുതി കാണുന്ന റിലേഷൻഷിപ്പല്ല. നിങ്ങളതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നു അല്ലെങ്കിൽ അകന്നു പോയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള, അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ പരസ്പര വിശ്വാസം, ആ ഒരു ട്രസ്റ്റ്, ഒരു ബോണ്ടിങ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും അവരുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പൈലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ഫ്രഷ്നെസ്സാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പുതിയതായിട്ട് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ പുതിയ ഒരു രീതിയിലേക്ക് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ അറൈവൽ എന്ന് പറയുന്ന പോലെ അല്ല, നിങ്ങൾ ഓൾറെഡി പിരിഞ്ഞിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു ഫ്രം ദ വെരി ഫസ്റ്റ് അല്ലെങ്കിൽ ഫ്രം ദ വെരി ബിഗിനിങ് എന്ന് പറയുന്ന പോലെ ആ ഒരു റിഫ്രഷ്മെൻറ്റോടു കൂടി നിങ്ങൾക്ക്
എല്ലാ കാര്യങ്ങളും തിരിച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലെസ്സിങ്സ് എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനായിട്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മുൻപോട്ടുള്ള ഒരു ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു അഡ്വൈസ് പാർട്ട്, നമ്മളുടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു അഡ്വൈസ് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കുക. അതായത് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന രീതിയിൽ എടുക്കുക, അതിൽ മാറ്റം വരുത്താതിരിക്കുക. അതേപോലെ തന്നെ എടുത്ത ചാടി ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ പോലും പലകുറി ആലോചിച്ചിട്ട് ഉറപ്പാണോ അത് തന്നെ മതിയോ എന്ന് വിചാരിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രോമ, അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ അത് മനസ്സിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ ഈ കാണുന്ന ഒരു കാര്യങ്ങളും ശാശ്വതമായിട്ടുള്ളതല്ല. എല്ലാത്തിനും കാലം കഴിയുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് ആരിൽ നിന്നും കൂടുതലായിട്ട് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ വരുന്നത്, അത് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ. അപ്പോൾ എല്ലാത്തിനും ഒരു ആയുസ്സുണ്ട്. അത് കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും. കാലം മാറുന്ന ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പോലെ എപ്പോഴും കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു മനസ്വസ്ഥത, അതാണല്ലോ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്, അത് നിങ്ങൾക്ക് വന്നു ചേരും. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അതും നിങ്ങൾക്ക് ഉടനടി വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള റെഡ് ബോട്ടിൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു അഡ്വൈസ്, നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ പയൽ ചൂസ് ചെയ്തവർ ഈ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഒരു മാനസിക വിഷമത്തിലാണ് കഴിയുന്നത്. അതായത് വളരെ നോർമലായിട്ടുള്ളൊരു ലൈഫിലല്ല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് തകർക്കുന്ന എന്തൊക്കെയോ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ വിയോഗമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിച്ച് പ്രാധാന്യത്തോടെ കൊണ്ടു നടന്നിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവമോ ചതിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അതായത് അത്രത്തോളം ഒരു പതനം ഉണ്ടാവുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതിരിക്കുന്ന ഒരു സമയത്ത് അത്രയും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ആവുന്ന രീതിയിലുള്ള ഒരു വേദന നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും അതിഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അത്രയും വലിയൊരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ ആരെയും ഇത് അറിയിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു വിഷമങ്ങളെല്ലാം ഒതുക്കി ഒരു പുഞ്ചിരിയും ഒട്ടിച്ചായിരിക്കും നടക്കുന്നത്. അതായത് മറ്റുള്ളവർക്കോ നിങ്ങളെ കൂടുതൽ അറിയാത്തവർക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾക്കോ വേണ്ടവർക്കോ പോലും ഉണ്ടാവില്ല നിങ്ങൾ എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഈ ഒരു വേദനയൊന്നും അറിയിക്കാതെ പുഞ്ചിരിച്ചായിരിക്കാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് കരകയറി വരണം, അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിലേക്കാവണം, അല്ലെങ്കിൽ പഴയതുപോലെ ആവണം എന്നുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇനി ഒരു റിസ്ക് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ വയ്യ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള, നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനമായിട്ടുള്ള ഏത് കാര്യത്തിനാണെങ്കിലും അതിനൊരു തീരുമാനം എടുക്കാനുള്ള മനക്കെട്ട് നിങ്ങൾക്കിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. നിങ്ങളിലേക്ക് ചിലപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവാം. ഈ പല അവസരങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നിങ്ങളിത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് ഏറ്റ ആ ഒരു ആഘാതം നിങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. എല്ലാത്തിലും ഒരു നിരാശയാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇനിയും ഒരു തിരിച്ചടി കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഭയമാണ് നിങ്ങളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഭയപ്പെട്ട് മാറിയിരിക്കേണ്ടുന്ന വ്യക്തികളല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരാശരായിട്ടിരിക്കാതെ വീണ്ടും അതിനൊരു റീബർത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ആ ഒരു കാര്യത്തിന് വീണ്ടും ഒരു പുനർജന്മമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് കറേജാണ്, ആ ഒരു ധൈര്യം, സ്ട്രെങ്ത്താണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുക. അതായത് ഇവിടെ പറയുന്നത് ഒരു കണ്ണാടി, ഒരു മിറർ പോലെയാണ് നമ്മളുടെ മനസ്സ്.
അപ്പം നമ്മൾ എന്താണോ അവിടെ ചിന്തിക്കുന്നത് അതായിരിക്കും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഭയം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ചിന്തിച്ച് അത് തന്നെ വീണ്ടും സംഭവിക്കുമെന്ന് വിചാരിച്ച് ഭയം ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ അവസാനിക്കുകയുള്ളൂ. അതല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, ഞാൻ മൂവ് ഓൺ ചെയ്ത് പോകണം, ഇതുപോലെ ആയിരിക്കില്ല എല്ലാ തവണയും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാസ്റ്റ് എക്സ്പീരിയൻസ് ബാഡായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ലെസൺ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, അതിൽ നിന്നൊരു പാഠം പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് തന്നെ വീണ്ടും സംഭവിച്ചാലോ എന്ന് ഭയന്ന് അടുത്തൊരു പുതിയ കാര്യത്തിലേക്ക് പോകാതെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് അർത്ഥമില്ല. സോ നമ്മളുടെ മനസ്സ് എന്താണോ അത് നമ്മളുടെ ചിന്തകളാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിച്ച് എപ്പോഴും നമുക്ക് കഴിഞ്ഞ ഒരു ദുരനുഭവം ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മാത്രമല്ല നിങ്ങളുടെ ഫ്യൂച്ചറിനാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി ഇവിടെ എന്താണ് നിങ്ങൾക്കുള്ള ആ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ എന്തൊക്കെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പോകുന്നത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ എവിടെയൊക്കെ പതറിപ്പോയോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ പിന്നോട്ട് പോയോ, എവിടെയാണോ നിങ്ങളുടെ മനസ്സ് വേദനിച്ച് നിങ്ങൾ സ്റ്റക്കായി നിന്ന് പോയത്, ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും, ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളൊരു വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിർത്തിയിട്ടുണ്ടാവും, ഇനി അതിൽ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ അതുപോലെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട് പണിയായിരിക്കാം, അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പാതി വഴിക്ക് നിന്നുപോയി, മറ്റു മാർഗ്ഗങ്ങളില്ലാതെ നിങ്ങൾക്കത് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണോ കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടത്, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, നിങ്ങൾ ഡിസപ്പോയിൻ്റായി അത് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി, അല്ലെങ്കിൽ ഇനി അത് ഫലം കാണില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു കാര്യം ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. കാരണം നമ്മൾ പലർക്കും പല ആവശ്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലും ശ്രമിച്ചുകൊണ്ടിരുന്നത് പല കാര്യങ്ങൾക്കായിരിക്കാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ പെട്ട കാര്യങ്ങൾക്കായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയായിരിക്കാം. ഒരു വ്യക്തിയോട് നിങ്ങൾ എന്താ പറയുക, ഒരുപാട് നാളുകളായിട്ട് അകന്നിരിക്കുകയാണ്, അതൊന്ന് കോംപ്രമൈസ് ആക്കാനായിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചു, പക്ഷേ ഇനി ഒരിക്കലും അടുക്കില്ല എന്നായിരിക്കും നിങ്ങളുടെ ധാരണ, അല്ലെങ്കിൽ അവർ അകന്നു പോയി എന്നുള്ളൊരു ധാരണയിലായിരിക്കാം നിങ്ങളിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത്രയും നാളും എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നത് എന്തിനാണോ, നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനാണോ, നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവുക ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു റിസൾട്ട് ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഇതെൻ്റെ കയ്യിൽ വന്ന് ചേരാത്തത് എന്നൊക്കെ വിചാരിച്ച് നിരാശയോടുകൂടി നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കിവിടെ നടന്നു കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു അഡ്വൈസ് കൂടി നിങ്ങൾ ഉൾക്കൊള്ളുക. യൂണിവേഴ്സിൻ്റെ ഒരു അഡ്വൈസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്, മുന്നോട്ട് പോകാൻ നേരത്ത് എന്തോ ഒരു കാര്യം നിങ്ങൾ പോലും അറിയാതെ പതിയെ നെഗറ്റീവായിട്ട് പുറകോട്ട് വലിക്കുന്നു, അതുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് കളയുക. തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു എഫേർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ചിലപ്പോൾ നമ്മളുടെ സമയദോഷങ്ങളോ മറ്റുള്ള എന്തെങ്കിലും കാലപ്പഴകളോ കൊണ്ട് എല്ലാത്തിനും ഒരു ഡിലേ വന്നേക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും കഷ്ടപ്പാട് വെറുതെ പാഴായി പോവില്ല എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ്.